പ്രഗത്ഭന്മാരായിട്ടുള്ള നേതാക്കന്മാരെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അല്ലല്ല, അത് കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാരുമുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുമുള്ള നേതാക്കന്മാരുമുണ്ട്. അത് വെളിപ്പെടുത്തേണ്ട സമയമാകുന്ന സമയത്ത് മാധ്യമ സുഹൃത്തുക്കളോട് പറയാം. തീർച്ചയായിട്ടും അഖിലേന്ത്യാ തലത്തിൽ 8 സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിരുന്നു. അതോടൊപ്പം മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ ഓൾ ഇന്ത്യ കോ കൺവീനർ ആയിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ മെഷീനറി ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇനിയും അത് ആവർത്തിക്കും. ഈ 7 നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയെന്ന് പറയുന്നു. അത് എത്രത്തോളം വിജയിച്ചിട്ടുണ്ട്? അത് ഏത് ഘട്ടം വരെ എത്തിയിട്ടുണ്ട്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA കടന്നുവരും എന്ന് പറയുന്നത് ആ ചർച്ചയുടെയൊക്കെ വെളിച്ചത്തിലാകാൻ സാധ്യതയില്ലേ? ഇപ്പൊ ഈ ആലപ്പുഴയിലേക്ക് ഞാൻ തുടക്കമില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നത് എങ്ങനെയുണ്ടാകും? അല്ല, ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമെന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള ഉറപ്പും മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ വിശകലനം, അവർക്കൊരു പാർട്ടിക്കൊരു സംവിധാനമുണ്ട്, അവരൊരു വിശകലന യോഗം നടത്തും. അത് ഏതാണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ഇടുന്നതിന് 2-3 ദിവസം മുൻപ് അവർ നടത്തും, വോട്ട് ഇട്ട ദിവസം ഉച്ചയ്ക്ക് ശേഷം നടത്തും. അപ്പോൾ അങ്ങനെ വിശകലന യോഗത്തിന് 3-ാം സ്ഥാനത്തേക്ക് ആരിഫ് പിന്തള്ളപ്പെട്ടു കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് അവർ ഒരാളെ ഇറക്കിക്കൊണ്ട് ശോഭാ സുരേന്ദ്രനെ എങ്ങനെയെങ്കിലും മാനസികമായിട്ട് തളർത്താൻ സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് അവർ റിസർച്ച് നടത്തിയത്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 48,000 കോടി രൂപയുടെ വികസന പാക്കേജാണ് ഞാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 5,000 കോടിയുടെ ദേശീയ ജലപാത, അത് സാഗർമാല പദ്ധതിയുമായിട്ട് കണക്ട് ചെയ്യപ്പെടും. 2,000 കോടിയുടെ ഡിജിറ്റൽ പാർക്ക്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ അവതരിപ്പിച്ചുള്ള വികസന രേഖയിൽ പ്രത്യേകമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു പാക്കേജ്. ഇത് ദേശീയ തലത്തിൽ ഭാഗ്യവശാൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുമായും അതുപോലെ തന്നെ അമിത്ഷാജിയുമായിട്ട് പോലും സംസാരിക്കാൻ സാധിച്ച ഒരു സാധാരണക്കാരി എന്നുള്ള രീതിയിൽ ഞാൻ വളരെ എന്താ പറയാ, ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൽ എനിക്ക് മോദിജിയുടെ ഒരു കത്ത് വന്ന സമയത്ത് അദ്ദേഹം അതിൽ എഴുതിയിരിക്കുകയാണ്, ഭയപ്പാടില്ലാതെ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശോഭയെ എനിക്ക് എന്റെ ടീമിൽ, അതായത് അസറ്റായിട്ട് ഞാൻ കരുതുന്നു എന്നുള്ള ആ 3 വരി മാത്രം മതി എന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഞാൻ അതിനെ ഏറ്റുവാങ്ങുന്നു. ആ ഒരു പാക്കേജ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ വികസനത്തിന് വേണ്ടി ജനങ്ങൾ, പൗരന്മാർ ഏറ്റെടുക്കുമെന്ന് എനിക്ക് ശുഭാപ്തിവിശ്വാസം. അല്ല, നിങ്ങൾ ഒരു 10 ചോദ്യവും 10 ഉത്തരവും പറയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ ചാപ്റ്ററിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യം. അതായത് 3 വാചകം മോദിയെ കണ്ടു എന്ന് പറഞ്ഞല്ലോ, അത് കണ്ടിട്ട് നമ്മുടെ പാർട്ടിക്കകത്ത് ആർക്കെങ്കിലും അസ്വസ്ഥത ചേച്ചിട്ടുണ്ടായിട്ടോ? അവരാണ് അവരും കൂടി ഉൾപ്പെട്ടതാണ് ഈ വിവാദത്തിന്റെ പുറകില്? അല്ല, ഈ പാർട്ടിക്കകത്തുള്ള ഞങ്ങളുടെ ഭാരവാഹികൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഇരുമ്പുമറയുള്ള പ്രസ്ഥാനമൊന്നുമല്ല. ഞങ്ങൾ തമ്മിൽ ചർച്ചകളുണ്ടാകും, അഭിപ്രായങ്ങളുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, എല്ലാം ശരിയാണ്. പക്ഷേ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തുള്ള മുഴുവൻ നേതാക്കന്മാരും പുറത്തുനിന്ന് ഭീകരവാദി ആക്രമണം നടത്താൻ ശ്രമിക്കുമ്പോൾ, പുറത്തുനിന്ന് ഇത്തരത്തിലുള്ള ഛിദ്രശക്തികൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ചോര അത് ഒന്ന് തന്നെയാണ് എന്ന് ഞാൻ നേരത്തെ പ്രഖ്യാപിച്ചില്ല. ഇതൊരു കുടുംബമാണ്. കുടുംബം നിലനിൽക്കുന്ന രീതിയിൽ ഞങ്ങളൊക്കെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഈ സമയത്ത് ആളുകൾ തമ്മിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഞങ്ങളെ നല്ല രീതിയിൽ കൈപിടിക്കാനും കൂട്ടിച്ചേർക്കാനും ഒക്കെ സാധിക്കുന്ന പ്രഗത്ഭമതികളായിട്ടുള്ള നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണിത്. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോയാൽ ഒരു വലിയ പൊസിഷനിലേക്ക് ഞാൻ വന്നാൽ കരിമണൽ കർത്തയ്ക്കും KC വേണുഗോപാലിനും ഒപ്പം സലാമിനും ആരിഫിനും വരെ ഒരു പക്ഷേ ഈ കരിമണൽ കർത്തയുടെ അഴിമതി കേസിൽ അഴിയെണ്ണേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും അവിടെ തകർക്കാൻ പറ്റുമോ എന്ന് പരിശ്രമിക്കുന്നത്. ആ പരിശ്രമത്തിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഇതിലും വലിയ പൊന്നാപുരം കോട്ടയെ പിളർത്തി 10% വോട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പെട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഈശ്വരാധീനം കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെയും വലിയ ഒരു ശതമാനം, 0.5% വോട്ടാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രചണ്ഡമായ പ്രചരണം കൊടുത്തിട്ടും കോൺഗ്രസിന് കൂടിയിട്ടുള്ളതെങ്കിൽ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ചോദ്യം, അവരെപ്പോഴും പ്രബുദ്ധരായ ജനങ്ങളാണ്. അവര് ആരാണോ കേന്ദ്രം ഭരിക്കുന്നത്, കേന്ദ്രം ഭരിക്കുന്നവരോടൊപ്പം ഒരാൾ പോകട്ടെ എന്ന് തീരുമാനിക്കുന്ന പ്രബുദ്ധമതികളായിട്ടുള്ള ആലപ്പുഴ പാർലമെന്റിലെ ജനങ്ങൾ അവർക്കൊരു മുഴുവൻ സമയ ജോലിക്കാരിയാണ് വേണ്ടത്. വൈറ്റ് കോളർ സിസ്റ്റം അല്ല അവർ ആഗ്രഹിക്കുന്നത്. ആ മുഴുവൻ സമയ ജോലിക്കാരിയായിട്ട് അവരുടെ ശോഭ പണിയെടുക്കും എന്ന് അവർക്ക് ഉറപ്പുണ്ട്. ആ ജോലി ഞാൻ കൃത്യമായിട്ട് നിർവഹിക്കും. ജയരാജനെ കൊണ്ടുവന്ന ആളും പദവി ആവശ്യപ്പെട്ടിരുന്നു പാർട്ടിയിൽ, 90% ആ ചർച്ചയിൽ. പല ആളുകളെയും റോഡ് വഴി കാണിച്ചു കൊടുക്കുന്നവരും അതുപോലെ തന്നെ മുറി കാണിച്ചു കൊടുക്കുന്നവരും ഒന്നും ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് പൊസിഷൻ കൊടുക്കാൻ, ഇത് അങ്ങനെ ഏതെങ്കിലും ഒരു 10 രൂപ കൊടുത്താൽ പൊസിഷൻ കിട്ടുന്ന പാർട്ടിയല്ല. കോൺഗ്രസിലും മാർക്സിസ്റ്റ് പാർട്ടിയിലുമൊക്കെ ഇപ്പം അത് കാണുന്നുണ്ട്. ചില ആളുകൾക്ക് ടിക്കറ്റ് വരെ അത്തരത്തിൽ പണം വാങ്ങിക്കൊണ്ട് കൊടുത്തുവെന്ന് പ്രഗത്ഭമതികളായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ നേതാക്കന്മാർ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലാംശത്തിൽ വളരെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു മനുഷ്യനെ ടിക്കറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്തുകൊണ്ട് ആലപ്പുഴയിൽ പോലും
മുൻ MP ആയിട്ടുള്ള ആരിഫിനെ അരിയിട്ട് വാഴ്ച നടത്തിയിട്ടുള്ള ഒരു നാട്ടിൽ എന്തെല്ലാം മാധ്യമ സുഹൃത്തുക്കൾക്കറിയാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഇപ്പൊ പറയുന്നില്ല. ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ ദിവസമാണ്. എനിക്ക് ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കുക, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ പരമാവധി ബൂത്തുകളിൽ എത്തുക എന്നുള്ളതാണ്. അല്ല, എന്താ പറയുന്നത്, അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? തലയിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം ശോഭയെ അനുഗ്രഹിക്കുന്നു. ഞാൻ എന്താ പറഞ്ഞത്, ശോഭാ സുരേന്ദ്രനെയും വേണുഗോപാലിനെയും ആരിഫിനെയും 3 പേരിൽ ആരാണ് നല്ല വ്യക്തിത്വം എന്ന് ആരോട്? യേശുദേവനോട് പ്രാർത്ഥിച്ചു നോക്കണം പിതാവേ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് നോക്കിയിട്ട് ശോഭ നല്ലതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ശോഭയെ അനുഗ്രഹിക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് വികസനത്തോടൊപ്പം ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് ബിഷപ്പും അതുപോലെ തന്നെ ആ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളും മുഴുവൻ മുന്നോട്ട് പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.